വാഹനാപകടത്തിൽ 5 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിന്റെ നടുക്കത്തിലാണ് കാസർഗോഡ് കുന്നുംകൈ ഗ്രാമം. കണ്ണൂർ ചെറുകുന്നിൽ രാത്രിയുണ്ടായ അപകടത്തിൽ ഒരു കുടുംബത്തിലെ 4 പേരും ഡ്രൈവറുമാണ് മരിച്ചത്. മൃതദേഹങ്ങൾ ഇപ്പോഴും പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതുവരെ ഒന്നും തീരുമാനമായില്ല. എല്ലാവരും പരിയാരത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവം അറിഞ്ഞത് തന്നെ. അറിഞ്ഞപ്പോൾ തന്നെ എല്ലാം അന്വേഷിച്ച് പരസ്പരം അന്വേഷിച്ച് അന്ന് തന്നെ പരിയാരത്തേക്ക് വിടുകയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രതികരണമാണ് കണ്ടത്. നാടിനെ നടുക്കുന്ന അപകടമാണ് ഉണ്ടായത്. 5 പേരുടെ ജീവനാണ് വാഹനാപകടത്തിൽ നഷ്ടപ്പെട്ടത്. കാസർഗോഡ് കുന്നുംകൈ ഇല്ലേ 4 പേരും ഡ്രൈവറും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ സജോ ദേവസ്യ വിശദാംശങ്ങളുമായി ചേരുന്നു. സജോ, എപ്പോഴായിരുന്നു അപകടം? എന്താണ് അപകട കാരണമെന്നതടക്കമുള്ള വിവരങ്ങൾ ലഭ്യമാണോ? വേണു, ഇന്നലെ രാത്രി 10:15 ദാരുണമായി അപകടം ഉണ്ടായത്. ഒരു കുടുംബത്തിലെ 4 പേരും ഈ കാറിൻ്റെ ഡ്രൈവറും അടക്കം 5 പേരാണ് ദുരന്തത്തിന് ഇരയായത്. ഇവർ കാസർഗോഡ് സ്വദേശികളാണ്. കാസർഗോഡ് ഭീമനടി സ്വദേശികളാണ്. ഒപ്പം ഡ്രൈവർ കാലിച്ചാലടുക്കം സ്വദേശിയുമാണ്. ഇവർ കുടുംബത്തിലെ മകനെ കോഴിക്കോടുള്ള ഹോസ്റ്റലിൽ അഡ്മിഷൻ ലഭിച്ചിരുന്നു. CA പഠനത്തിന് വേണ്ടി ചേർന്നിരുന്നു. അവിടെ ഹോസ്റ്റലിലാക്കിയതിനു ശേഷം തിരികെ കാസർഗോഡേക്ക് മടങ്ങുകയായിരുന്നു. ഇതിനിടെയാണ് കണ്ണപുരം കഴിഞ്ഞുള്ള ചെറുകുന്ന് എന്ന സ്ഥലത്ത് വെച്ച് അപകടമുണ്ടായത്. ഈ സീനിൽ 3 വാഹനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ കാറും മറ്റൊരു നാഷണൽ പെർമിറ്റ് ലോറിയും. ഈ നാഷണൽ പെർമിറ്റ് ലോറിയെ കാർ മറികടക്കാൻ ശ്രമിച്ചു. ഇതിനിടെ ഈ കാറും ഒപ്പം ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു. ഈ കാറ് വട്ടം കറങ്ങി നേരെ റോങ് സൈഡിലേക്ക് എതിർഭാഗത്തേക്ക് കാർ വട്ടം കറങ്ങി നീങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നേരെ എതിർഭാഗത്ത് കാസർഗോഡ് സൈഡിൽ നിന്ന് കണ്ണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി ഈ കാറിനെ നേരെ ഇടിച്ചു തെറിപ്പിച്ചു. വലിയ തോതിൽ ഈ രക്ഷാപ്രവർത്തനം പോലും അപ്രായോഗികമാകും വിധം കാർ പൂർണ്ണമായും തകർന്നിരുന്നു. പിന്നീട് ഒരു കുട്ടിയെ മാത്രമാണ് നാട്ടുകാർക്ക് ആ ഘട്ടത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. പിന്നീട് ഫയർഫോഴ്സ് സേനാംഗങ്ങൾ വന്ന് ഈ വാഹനത്തിൻ്റെ ഒരു ഭാഗം തകർത്താണ് കാറിനുള്ളിൽ കുടുങ്ങിപ്പോയ യാത്രക്കാരെ പുറത്തെടുത്ത. അപ്പോഴേക്കും തൽക്ഷണം തന്നെ മരണം സംഭവിച്ചിരുന്നു. പിന്നീട് മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അല്പസമയത്തിനകം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇപ്പോൾ ഈ നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഡ്രൈവർ അശ്രദ്ധമായാണ് വാഹനം ഓടിച്ചത് എന്നതാണ് ഈ FIR പറയുന്നത്. ഈ ഗ്യാസ് സിലിണ്ടർ കയറ്റിയ വാഹനം, ആ വാഹനത്തിന് ഈ അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ആദ്യം ഈ നാഷണൽ പെർമിറ്റ് ലോറി കാറിനെ ഇടിക്കുന്നു. ആ ഇടിയുടെ ആഘാതത്തിൽ വാഹനം തെറിച്ച് നേരെ റോങ് സൈഡിലേക്ക് പോവുകയായിരുന്നു. എതിർഭാഗത്ത് സാമാന്യം വേഗത്തിൽ വരികയായിരുന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി കാറിനെ ഇടിച്ചു തെറിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് വാഹനം പൂർണ്ണമായും തന്നെ തകർന്നു. അങ്ങേയറ്റം സങ്കടകരമായ കാര്യം, ഈ മകനെ അവിടെ ആക്കിയതിനു ശേഷം രാത്രിയിൽ അവർ അങ്ങനെ തിരികെ പോകുന്നു. മധുരപലഹാരങ്ങളും ഹൽവയും ഒക്കെ കോഴിക്കോട് നിന്ന് വാങ്ങിയാണ് ഈ യാത്ര പോയത്. പക്ഷേ അതൊരു ദുരന്തത്തിലേക്കാണ് പര്യവസാനിച്ചത്. 9 വയസ്സുള്ള ഒരു കുട്ടിയടക്കം 5 പേരാണ് മരണത്തിന് കീഴടങ്ങിയതൊപ്പം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഒപ്പം ഈ 2 വാഹനങ്ങൾ, അപകടം ഉണ്ടാക്കിയ 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിൽ നാഷണൽ പെർമിറ്റ് ലോറിയുടെ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ കണ്ണപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കൂടി തുടരുകയും ചെയ്യുന്നുണ്ട്. ശരി, സജോ ദേവസ്യാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.